സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് തൃശ്ശൂരിലെ തന്നെ ഒരു മഹത്തായ കോളേജിലാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വിമല കോളേജിലാണ്. ഇവിടെ ഒരുപാട് സുന്ദരികളുടെ ഒരു കോളേജാണ്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഏതായാലും അവർ സ്ക്രിപ്റ്റൊക്കെ പഠിച്ച് അവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. പണ്ട് ജമ്മിമാര് പാണ്ടികൾ ഇറക്കും കുമ്മാട്ടിക്കോലത്തിൽ. എതിരെ നിൽക്കുന്ന യൂണിയൻ പ്രവർത്തനമുള്ള ഹരിജന സഖാക്കളെ തീർക്കാൻ 2 കുമ്മാട്ടി കഴിഞ്ഞു. കുറേ സഖാക്കൾ തീർന്നു. പക്ഷെ അടുത്ത കുമ്മാട്ടിക്ക് തീർന്നത് 13 പാണ്ടികളാണ്. ചെയ്തതായിരുന്നു പോലീസിന് പിടികിട്ടിയില്ല, പക്ഷേ പാർട്ടിക്ക് കിട്ടി. 25 വയസ്സുള്ളൊരു ചെക്കനെ കുമ്മാട്ടിക്കോലത്തിൽ കൊണ്ടു നിർത്തി MLA ചാത്തൻ മാഷയുടെ മുമ്പിൽ. മാഷ് അവനോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, ചെറുത്ത് നിൽപ്പാണ്. പക്ഷേ ഇന്ന് നീ എന്ത് ചെയ്യുമ്പോഴും നിയമം വേണം നിന്റെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മാഷ് അവനെ പോലീസ് ചേർത്തു. അവൻ്റെ പേരാണ് അയ്യപ്പൻ നായർ. പിന്നീട് കുണ്ടൂര് മാടൻ എന്നൊരു വിളിപ്പേരും കിട്ടി. അപ്പോൾ ഞാൻ ഈ വിമല കോളേജ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. കാരണം വിമല കോളേജിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മിക്ക കോളേജുകളിലും ഞാൻ പല പ്രോഗ്രാംസും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് വിമല കോളേജിൽ വന്നൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കേട്ടിട്ടുള്ളത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്, അതിലുപരി വളരെ സുന്ദരികളാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായി വിളിക്കുന്നു ഒരു മനോഹര പേരിനുടമയായ ഒരു വ്യക്തിയാണ് സോൺസി. ഹായ് സോൺസി. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, എങ്ങനെയുണ്ട് കോളേജ്? അടിപൊളി കോളേജാ. എവിടെയാണ് വീട്? എവിടെയാണ്? എൻ്റെ വീട് ഗുരുവായൂർ. അപ്പം നമുക്ക് തുടങ്ങിയല്ലോ. ഓക്കെ, റെഡി, ആക്ഷൻ. കുമ്മാട്ടിന്ന് കേട്ടിട്ടുണ്ടോ നീ? അതും തൃശ്ശൂർ കുമ്മാട്ടിയല്ല, മുണ്ടൂര് കുമ്മാട്ടി. പണ്ട് ജന്മിമാര് പാണ്ടികളിറക്കും, അതും കുമ്മാട്ടിയുടെ കോലത്തില്. കുമ്മാട്ടിയുടെ പോലെ ഇതാണോ? അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. എതിരെ നിൽക്കുന്ന യൂണിയൻ ഹരിജൻ സഖാക്കളെ തീർക്കാൻ 2 കുമ്മാട്ടി. എതിരെ നിൽക്കുന്നതാണോ യൂണിയനിലുള്ള? എതിർ നിൽക്കുന്ന യൂണിയൻ പ്രവർത്തകർ. എന്തുവാ? യൂണിയൻ പ്രവർത്തനത്തിലുള്ള ഹരിജൻ സഖാക്കളെ ഞാൻ പറയാൻ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അമീൻ, ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് ചോദിക്കുമ്പോ മാത്രമേ വിളമ്പാവൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? 2 കുമ്മാട്ടി കളി കഴിഞ്ഞു, കുറെ സഖാക്കളി തീർന്നു. ഇനി അടുത്ത കുമ്മാട്ടി കളിയിൽ തീർന്നത് 13 പാണ്ടികളാ. പക്ഷേ പോലീസിന് കിട്ടിയില്ല, കിട്ടിയത് പാർട്ടിക്കായിരുന്നു. അത് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കുമ്മാട്ടിയുടെ കോലത്തിൽ, അതും കുട്ടി സ്വാങ്ങുന്നുള്ള പേര് മറന്നുപോയാൽ ഇയാളെന്നെ തല്ലിക്കൊല്ലും. ചാത്തൻ മാഷിന്റെ മുമ്പിൽ കൊണ്ട് MLA ചാത്തൻ മാഷിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ചാത്തൻ മാഷ് പറഞ്ഞു, നീ ചെയ്ത് തെറ്റല്ല, പക്ഷെ ചെറുത്ത് നിൽപ്പാണ്. ചെറുത്ത് നിൽപ്പാണ്, നിയമത്തിന്റെ കൂടെ പോവുക. ഇവിടെ വേണ്ടേ, നീ അങ്ങ് പോയാ മതിയോ? ഇവൻ എന്തായി ജപിക്കണേ? നീ എന്ത് ചെയ്താലും നിയമം നിന്റെ കൂടെയാണ്. കൂടെയാണോ? അല്ല, കൂടെ നിൽക്കണം, നിയമത്തിന്റെ കൂടെ നിൽക്കണം. കൂടുതൽ വിശദീകരിക്കണോ? നീ എന്ത് ചെയ്താലും നിയമം നിന്റെ കൂടെ വേണം. അവന്റെ പേര് അയ്യപ്പൻ നായർ എന്നാണ്. പിന്നീട് അത് മുണ്ടൂര് മാത്തൻ എന്നായി. എടാ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ? മുണ്ടൂര് മാടൻ. അങ്ങനെ കാര്യങ്ങൾ മണി പോലെ വേണം പറയാൻ കേട്ടോ. എന്താണ് വിശേഷം? എങ്ങനെയുണ്ട് കോളേജ്? പൊളി കോളേജ്. ഏതിനാ പഠിക്കുന്നത്? ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ്. എവിടെ നാട്? കൊട്ടേക്കാട്. നമുക്ക് ഡയലോഗ് അങ്ങോട്ട് തുടങ്ങിയാലോ? റെഡി, ആക്ഷൻ. കുമ്മാട്ടിന്ന് കേട്ടിട്ടുണ്ടോ നീ? തൃശ്ശൂർ കുമ്മാട്ടിയല്ല, മുണ്ടൂര് കുമ്മാട്ടി. പണ്ട് ജമ്മിമാര് പാണ്ടികളെ ഇറക്കും കുമ്മാട്ടി കോലത്തില്. എതിർത്ത് നിൽക്കുന്ന യൂണിയൻ സഖാക്കളെ. യൂണിയൻ എന്ത് സഖാക്കളെയാണ്? യൂണിയൻ എന്താ പറയുന്നത്, ഒരു അഡ്വൈസറി എന്നൊക്കെ പറയും, ലീഗൽ അഡ്വൈസറി. പ്രവർത്തനമുള്ള ഹരിജൻ സഖാക്കളെ. 2 കുമ്മാട്ടി കഴിഞ്ഞു, കുറെ പേര് തീർന്നു. പക്ഷേ അടുത്ത കുമ്മാട്ടിക്ക് തീർന്നത് 13 പാണ്ടികളാണ്. പോലീസിന് പിടികിട്ടിയില്ല, പാർട്ടിക്ക് കിട്ടി. 25 വയസ്സുള്ള ഒരു ചെക്കനായിരുന്നു. കുമ്മാട്ടി കോലത്തിൽ കൊണ്ടു നിർത്തി MLA ചാത്തൻ മാഷിന് മുമ്പിൽ. മാഷ് അവനോട് ചോദിച്ചു. എന്റെ കണ്ണുകൾ അവളോട് ചോദിച്ചു,
സുഖമോ ദേവി? എന്താ ചോദിച്ചു? സുഖം. മാഷ് അവനോട് പറഞ്ഞു പറഞ്ഞു നീ ചെയ്തത് തെറ്റല്ല, നീ ചെയ്തത് തെറ്റല്ല, ചെറുത്തുനിൽപ്പാണ്. ഇനി നീ എന്ത് ചെയ്യുമ്പോഴും നിന്റെ കൂടെ നിയമം വേണം. അത് പറഞ്ഞ് നിർബന്ധിച്ച് അവനെ പോലീസിൽ ചേർത്ത്. പിന്നെ അവനെ അറിയപ്പെട്ടത് അയ്യപ്പൻ നായരാണ്. മുണ്ടൂർ മാടൻ എന്ന വിളിപ്പേരും കൂടി അവന് കിട്ടി. കഴിഞ്ഞു. പിന്നെ പോലീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പറഞ്ഞു. അപ്പൊ ഒരു കൈയടി കൊടുക്കാം. കൊള്ളാം, നന്നായിരിക്കുന്നേ. ചെല്ലു. യെസ്. ഇനി ഞാൻ ഒരാളെ വിളിക്കുകയാണ്. ഇവിടെ ഈ സ്ക്രിപ്റ്റും ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ട് അതിൽ മുഴുകി ഇവിടെ ഡയലോഗ് പറയുമ്പോൾ അറിയാതെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളെ ഞാൻ വിളിക്കുകയാണ്. വരൂ. എന്താണ് പേര്? എസ്തർ. എവിടെയാണ് എസ്തർ? വീട് എവിടെയാണ്? എൻ്റെ വീട് അരിമ്പൂര്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? റെഡി, ആക്ഷൻ. കുമ്മാട്ടിന്ന് കേട്ടിട്ടുണ്ടോ നീ? തൃശ്ശൂർ കുമ്മാട്ടി അല്ല, മുണ്ടൂർ കുമ്മാട്ടി. പണ്ട് ആരായിരുന്നു? ആരാ? കൊള്ളാം, അരങ്ങേറ്റം അസലായി. പണ്ട് ജമ്മിമാര്. പണ്ട് ജന്മിമാര് ഇയോയോ? കേവൽ ഉൽക്കാ ഫൂൽ കൈ ബാർ ഖീരാ മൂർഛായ മധുവോं को मकरंद सखाया किंतु असहा है जीवन में बेवकूफ. അയ്യോ, എനിക്കൊന്നും മനസ്സിലായില്ല. പണ്ട് ജമ്മിമാര് പാണ്ടികളെ ഇറക്കും കുമ്മാട്ടിക്കോലത്തില്. എതിരെ നിന്ന് പ്രവർത്തിക്കുന്ന ഹരിജൻ സഖാക്കളെ തീർക്കാൻ 2 കുമ്മാട്ടി കഴിഞ്ഞു. കുറെ സഖാക്കളും തീർന്നു. അടുത്ത കുമ്മാട്ടിക്ക് തീർന്നത് സഖാക്കളല്ല, 13 പാണ്ടികൾ. ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. പാണ്ടികളാണ്. അടുത്ത കുമ്മാട്ടിക്ക് തീർന്ന സഖാക്കളല്ല, 13 പാണ്ടികൾ. ചെയ്തത് ആരാന്ന് പാർട്ടിക്ക് മനസ്സിലായില്ല, അല്ല പോലീസിന് മനസ്സിലായില്ല. ഉറപ്പിക്കാവോ? പോലീസിന് മനസ്സിലായില്ല, പക്ഷെ പാർട്ടിക്ക് മനസ്സിലായി. 25 വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മാട്ടിക്കോലത്തിൽ MLA ചാത്തൻ നിഷ്ഠയും ചര്യയും തെറ്റാതെ ഞാൻ ഊട്ടുന്ന എന്റെ ചാത്തന്മാരുടെ തുണയുണ്ടെനിക്ക്, ബലമുണ്ടെനിക്ക്. MLA ചാത്തമാഷിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. മാഷ് അവനോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, ചെറുത്ത് നിൽപ്പാണ്. ഇനി നീ എന്ത് ചെയ്യുമ്പോഴും നിന്റെ കൂടെ നിയമം വേണം. അങ്ങനെ അവനെ നിർബന്ധിച്ച് പോലീസ് ചേർത്തു. അവന്റെ പേരാണ് അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായർ എന്നാണ്? അയ്യപ്പൻ കൊച്ചി എന്നാണ്? അയ്യപ്പൻ നായർ. കുട്ടി മാസാണല്ലോ മായിച്ചേട്ടാ. പിന്നീട് മുണ്ടൂർ മാടൻ എന്നും അറിയപ്പെട്ടു. ഓക്കെ. വേണ്ട മോളെ, ചായം ബജ്ജി ഒന്നും ഇപ്പൊ വേണ്ട. ഇത് ശക്തമായി അഭിനയിച്ച് പറയാൻ എന്ന് ചങ്കുറപ്പുള്ള ഒരാൾ മുന്നോട്ട് കടന്നു വരിക. ചങ്കുറപ്പുണ്ടല്ലോ അല്ലേ? അത് തള്ളിവിട്ടയാണോ? ആണോ? അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. എന്താ പേര്? രേഷ്മ. രേഷ്മ എവിടെയാണ് നാട്? പാലക്കാട്. റെഡി, ആക്ഷൻ. കുമ്മാട്ടിന്ന് കേട്ടിട്ടുണ്ടോ നീ? തൃശ്ശൂർ കുമ്മാട്ടിയല്ല, മുണ്ടൂര് കുമ്മാട്ടി. പണ്ട് ജന്മിമാര് പാണ്ടികൾ ഇറക്കുമായിരുന്നു കുമ്മാട്ടിക്കോലത്തില്. എതിർത്ത് നിൽക്കുന്ന യൂണിയൻ പ്രവർത്തനത്തിലുള്ള ഹരിജൻ സഖാക്കളെ തീർക്കാൻ 2 കുമ്മാട്ടി കഴിഞ്ഞു. പിന്നീട് കുറെ സഖാക്കളും തീർന്നു. പിന്നീട് കുമ്മാട്ടിയിൽ തീർന്നത് 13 പാണ്ടികളാ. ചെയ്തത് ആരെന്ന് പോലീസിന് പിടികിട്ടിയില്ല, പക്ഷേ പാർട്ടിക്ക് കിട്ടി. 25 വയസ്സുള്ള ഒരു ചെക്കനെ MLA ചാത്തമാഷിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. മാഷി പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, ചെറുത്ത് നിൽപ്പാണ്. ഇനി എന്ത് നീ ചെയ്യുമ്പോഴും നിന്റെ കൂടെ നിയമം വേണം. അങ്ങനെ നിർബന്ധിച്ച് ചാത്തമാഷ് അവനെ പോലീസിൽ ചേർത്തു. അവന്റെ പേരാണ് അയ്യപ്പൻ നായർ. പിന്നീട് അവൻ മുണ്ടൂര് മാടൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അടിപൊളി, സൂപ്പർ. ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ, ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. ആൻഡ്രിയ എവിടെയാ? നാട് എവിടെയാണ്? എവിടെ? ഏതിനാ പഠിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഏത് ഇയറാ? സെക്കൻഡ് ഇയർ. റെഡി, 1 2 അല്ല, അതെന്ത് നോട്ടോ? അതുകൂടെ നോക്കിയത്. അപ്പൊ റെഡി, 1 2 ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചത് ഞാൻ പൊട്ടിക്കാവിടോ. എന്താ ശരി, ആക്ഷൻ. കുമ്മാട്ടി കേട്ടിട്ടുണ്ടോ നീ? തൃശ്ശൂർ കുമ്മാട്ടിയല്ല, മുണ്ടൂർ കുമ്മാട്ടി. പണ്ട് ജന്മിമാർ പാണ്ടികളെ ഇറക്കും കുമ്മാട്ടിക്കോലത്തില്. എതിരെ നിൽക്കുന്ന ഹരിജൻ സഖാക്കളെ തീർക്കാൻ
സൗണ്ടാണ്. അതാ കുഴപ്പമില്ല. വേണ്ട 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 എനിക്കെന്താ ഭ്രാന്തുണ്ടാ? 2 കുമ്മാട്ടി കഴിഞ്ഞു, കുറെ സഖാക്കൾ തീർന്നു. പിന്നീട് കുമ്മാട്ടി കഴിഞ്ഞപ്പോ പിന്നീട് കുമ്മാട്ടി കഴിഞ്ഞ കുറച്ച് കഞ്ഞിയും സദ്യയൊക്കെ വെച്ച് കൊടുത്ത അവിടുന്ന്. പിന്നെ ഈ കുമ്മാട്ടി കഴിഞ്ഞപ്പോ തീർന്നത് 13 പാണ്ടികളാണ്. പോലീസിന് പിടികിട്ടിയില്ല, പാർട്ടിക്ക് കിട്ടി. 25 വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മാട്ടി വേഷത്തിൽ MLA ചാത്തൻ മാഷിന്റെ മുൻപിൽ കൊണ്ടു നിർത്തി. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഇത്ര തമാശയായിരുന്നു അത്. അപ്പൊ എന്താ പറഞ്ഞു ചാത്തമാഷ്? നീ ചെയ്തത് തെറ്റല്ല, ചെറുത്തു നിൽപ്പാണ്. ഇനി എന്ത് ചെയ്യുമ്പോഴും നിയമം നിന്റെ കൂടെ ഉണ്ടാകും. നിർബന്ധിച്ച് പോലീസിൽ ചേർത്തി. അത് കൂടെ പറ. അങ്ങനെ നിർബന്ധിച്ച് പോലീസിൽ ചേർത്തി. പിന്നെ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പിന്നെ അവന്റെ പേര് എന്താ മാധവൻ നായർ. എന്തുട്ടാ മാധവൻ നായരോന്നോ? ഇത്ര ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായിരുന്നു, അറിയോ? മുണ്ടൂരും മാടൻ എന്നാണ്. ഓക്കെ ആണോ? ആ ഫ്രണ്ടിന് ഒരു കൈ കൊടു, തള്ളി വിട്ട ഫ്രണ്ട്സിന്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. എന്താണ് പേര്? ശിശിര. ശിശിര. എവിടെയാണ് നാട്? അരിമ്പൂര്. തുടങ്ങാം. റെഡി, 1 2 3 ഗോ. കുമ്മാട്ടിന്ന് കേട്ടിട്ടുണ്ടോ നീ? തൃശ്ശൂർ കുമ്മാട്ടിയല്ല, മുണ്ടൂർ കുമ്മാട്ടി. പണ്ട് കൊറേ ജന്മിമാരെ പാണ്ടികളെടുക്കും. പണ്ട് ജന്മിമാരെ പാണ്ടികളെടുക്കും കുമ്മാട്ടിയുടെ കൊലത്തില്, പാർട്ടിനെ എതിർത്ത് നിൽക്കുന്ന ഹരിജൻ സഖാക്കളെ തീർക്കാനായിട്ട്. പക്ഷേ രണ്ട് കുമ്മാട്ടി കഴിഞ്ഞു. തീർന്നത് 13 പാണ്ടികളായിരുന്നു. പോലീസിനെ പിടികിട്ടിയില്ല, പക്ഷെ പാർട്ടിക്ക് പിടികിട്ടി. 25 വയസ്സുള്ള ചെറുപ്പക്കാരനെ കുമ്മാട്ടി വേഷത്തില് കൊണ്ടു നിർത്തി. ആരുടെ മുന്നിൽ? ചാത്തൻ മാഷ് എന്ന് പറയുന്ന ആളുടെ മുന്നിൽ കൊണ്ട് നിർത്തി. ചാത്തൻ മാഷ് എന്ന് പറയുന്ന ആൾ. അപ്പൊ എഴുതുമ്പോഴോ? ഇങ്ങനെയാണ്, ഇങ്ങനെയാണെങ്കിൽ 3, ഇങ്ങനെയാണെങ്കിൽ 0. അദ്ദേഹം പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, ചെറുത്ത് നിൽപ്പാണ്. അതിനാൽ നിന്റെ കൂടെ നിയമം വേണം. അങ്ങനെ അവനെ പോലീസിൽ ചേർത്തി. നിർബന്ധിച്ച് പോലീസിൽ ചേർത്തി. അങ്ങനെ അവനിപ്പോ പറയുന്നത് ഒരാള് ഗൗരവത്തിൽ ഒരു കാര്യം പറയുമ്പോ ഒരു വക തമാശ കളിക്കുക, ആർക്കായാലും ദേഷ്യം വരികയല്ലേ. അതാണ് അയ്യപ്പൻ നായർ. ഇപ്പൊ പറയുന്നത് അത് പറഞ്ഞിട്ട് പോയാൽ മതി. മാടമ്പിയില് ആരാണെന്നോ? വ്യാഴം മറിഞ്ഞിരിക്കാണ്. രോഗപ്രശ്ന, സമയം സൂക്ഷിക്കണം. മുണ്ടൂര് മാടൻ. നീയാടാ എന്റെ മോൻ, നിന്നെ കൊണ്ട് എനിക്ക് ഉപകാരമുള്ളൂ. അടുത്തതായി വേദിയിലേക്ക് വരുന്നു ഏഞ്ചൽ. എന്താണ് മാലാഖ വിശേഷങ്ങൾ? നല്ല വിശേഷം. എവിടെയാണ് നാട്? നെല്ലങ്കര. അടുത്ത് തന്നെ. ഓക്കെ. റെഡി, ആക്ഷൻ. കുമ്മാട്ടി കേട്ടോ നീ? അത് തൃശ്ശൂർ കുമ്മാട്ടിയല്ല, അങ്ങ് മുണ്ടൂര് കുമ്മാട്ടി. അടിപൊളി. അത് ആക്ഷൻ ആണോ എന്തോ എനിക്ക് മനസ്സിലായില്ല. ആക്ഷൻ, നല്ല ആക്ഷൻ. കുമ്മാട്ടി കേട്ടോ നീ? അതും തൃശ്ശൂർ കുമ്മാട്ടിയല്ല, അങ്ങ് മുണ്ടൂര് കുമ്മാട്ടി. പണ്ട് ജമ്മിമാർ പാണ്ടികളെ ഇറക്കുമായിരുന്നു അങ്ങ് കുമ്മാട്ടി വേഷത്തില്, എതിർത്ത് നിൽക്കുന്ന ഹരിജൻ സഖാക്കളെ തീർക്കാനായിട്ട്. 2 കുമ്മാട്ടി കഴിഞ്ഞു, ഇനി കുറെ സഖാക്കളും തീർന്നു. പക്ഷെ 3ാമത്തെ കുമ്മാട്ടിക്ക് തീർന്നത് 13 പാണ്ടികളാണ്. പക്ഷെ കൊന്നത് ആരാന്ന് പോലീസുകാർക്ക് ആർക്കും പിടികിട്ടിയില്ല. പക്ഷെ സഖാക്കൾക്ക് കിട്ടി. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണ ഈശ്വര, എന്തൊരു ചൈതന്യം. 25 വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മാട്ടി വേഷത്തിൽ കൊണ്ടു നിർത്തി അങ്ങ് മറ്റേ MLA ചാത്തമാഷിന് മുമ്പില്. ചാത്തമാഷ് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, പക്ഷെ ചെറുത്ത് നിൽപ്പാണ്. നിനക്ക് എന്ത് ചെയ്യുമ്പോഴും നിയമം നിന്റെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ആളെ പോലീസിൽ ചേർത്തു. നിർബന്ധിച്ച് പോലീസിൽ ചേർത്തു.
അത് ആളാണ് അയ്യപ്പൻ നായർ. പിന്നീട് അയാളെ മുണ്ടൂർ മാടൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. ഓ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഒപ്പിച്ച്. സംഭവം കിട്ടിക്കിട്ടുണ്ട്. സൂപ്പർ. ആശ ആന്റണി, എന്താണ് ആശ ആന്റണി വിശേഷങ്ങൾ? നല്ല വിശേഷം. എങ്ങനെയുണ്ട് കോളേജ്? അടിപൊളിയാണ്. അപ്പൊ തുടങ്ങിയല്ലോ നമുക്ക് അങ്ങോട്ട്. റെഡി റെഡി ആക്ഷൻ. കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? തൃശ്ശൂർ കുമ്മാട്ടിയല്ല, പാലക്കാട് സോറി പാലക്കാട് അതൊരു പാലക്കാട് ഫ്രണ്ട് ഉണ്ട്, അത് കാരണം അങ്ങനെ ആയിപ്പോയതാണ്. ഒന്നുകൂടി ആരാണ് പാലക്കാട് ഫ്രണ്ട്? ആരാ? ഓക്കെ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ കുമ്മാട്ടിയല്ല, മുണ്ടൂര് കുമ്മാട്ടി. പണ്ട് ജന്മിമാരെ പാണ്ടികളെ ഇറക്കുമായിരുന്നു എതിർത്ത് നിൽക്കുന്ന പാർട്ടിക്കാരെ തീർക്കാനായിട്ട്, ഹരിജൻ സഖാക്കളെ തീർക്കാനായിട്ട്. 2 കുമ്മാട്ടി കഴിഞ്ഞു, കുറെ എണ്ണം തീർന്നു. അടുത്ത കുമ്മാട്ടിക്ക് തീർന്നത് 13 പാണ്ടികളാ. ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. പാർട്ടിക്ക് മനസ്സിലായി. 25 വയസ്സുള്ള ഒരു ചെറുക്കൻ, അവനെ കുമ്മാട്ടി വേഷത്തിൽ കൊടുന്ന് നിർത്തി MLA ചാത്തമാഷിന്റെ മുമ്പില്. ചാത്തമാഷ് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, നീ ചെയ്തത് ചെറുത്തുനിൽപ്പാണ്. എങ്കിലും ചാത്തമാഷ് അവനോട് പറഞ്ഞു, ഇനി നീ എന്ത് ചെയ്യുമ്പോഴും നിയമം നിന്റെ കൂടെ വേണമെന്ന്. അങ്ങനെ അവനെ നിർബന്ധിച്ച് പോലീസ് ചേർത്തു. അവന്റെ പേരാണ് അയ്യപ്പൻ നായർ. പിന്നീട് അവനൊരു വിളിപ്പേരും കിട്ടി, മുണ്ടൂര് മാത്തൻ. പറഞ്ഞു കൊടുക്കരുതാരും. അത് പറഞ്ഞ ശരിയാക്കിട്ട് പോയാൽ മതി. എന്താണ് കുട്ടി തെറ്റിച്ചായിരുന്നു? ഏത് കുട്ടിയാണ് തെറ്റിച്ചത്? അവൾ അങ്ങോട്ട് നിൽക്കുക. ഇനി പറ. പിന്നീട് അവനൊരു വിളിപ്പേരും കിട്ടി, മുണ്ടൂര് മാടൻ. അതിനാണ് മുണ്ടൂര് മാത്തൻ എന്ന് പറഞ്ഞതല്ലേ? അഞ്ജലി ഫുള്ള് പഠിച്ചിട്ടിരിക്കുകയാണല്ലേ ലാസ്റ്റ് വരാൻ വേണ്ടിട്ടല്ലേ? റെഡി അല്ലേ? റെഡി 1 പറഞ്ഞോ. എന്നടാ എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? എന്നടാ അയ്യോ കത്തി മുറി. എണ്ണ 1 2 3 4 5. കുമ്മാട്ടിന്ന് കേട്ടിട്ടുണ്ടോ നീ? ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. മുണ്ടൂര് കുമ്മാട്ടിയല്ല, തൃശ്ശൂര് കുമ്മാട്ടി. ഒന്ന് പോറാതെണ്ടി. നിന്നെ അവര് പെരുമാറുന്ന സമയത്ത് ഞാൻ ഡ്രൈവറോട് ഇവിടുന്ന് എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞതാ. പണ്ട് പാണ്ടികളെ ഇറക്കും. പണ്ട് പാണ്ടികളെ ഇറക്കും കുമ്മാട്ടി കോളത്തില്. ആദ്യത്തെ കുമ്മാട്ടിക്ക് കയറുന്നത് 2 പേരാ. 2 പേരോ? അണ്ണനാ? ആരണ്ണൻ? അണ്ണാ കിട്ടിയാൻ കുത്തും. അത് കഴിഞ്ഞിട്ട് 13 പാണ്ടികള് മരിച്ചു. എങ്ങനെ മരിച്ചു? ട്രെയിൻ വല്ലതും തട്ടിയതാണോ? പോലീസുകാർക്ക് പിടികിട്ടില്ല, എന്നാ പാർട്ടിക്ക് പിടികിട്ടി. എങ്ങനെ? ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. പാർട്ടിക്ക് പിടികിട്ടി. 25 വയസ്സുള്ള ഒരാളെയാണ് കൊന്നത്. 25 വയസ്സുള്ള ഒരാളെ കൊന്നോ? സ്ക്രിപ്റ്റ് മൊത്തം മാറ്റി കേട്ടോ. തന്റെ തലയെന്താണോ പിണ്ണാക്കാണോ? അല്ലെങ്കിൽ തന്നെ ആ പെമ്പിളേര് വന്നപ്പോ മുതലേ തുടങ്ങിയ ശല്യ. ചാത്താമാഷിന്റെ മുന്നിൽ. എന്ത്? ആരുടെ മുന്നില്? താത്താമാഷ? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളിയിൽ കിടക്കുക. ചാത്താമാഷിന്റെ മുന്നിൽ കൊണ്ടുപോയി. എന്നിട്ട് പുള്ളി ഡാൻസ്. എന്നിട്ട് പുള്ളി ഡാൻസർ ആയിരുന്നു. ഇയാള് സംഗീതവും നൃത്തമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു സാധുവായിട്ട് എനിക്ക് തോന്നണം. അല്ല, പുള്ളിക്കാരനെ പോലീസ് ചേർത്ത്. ആര്? എന്തിനാ ചേർത്ത? എന്തിനോ ചേർത്തു. നീ എന്നിട്ട് പുള്ളിക്കാരനോട് പറഞ്ഞ് നീ ചെയ്തത് ചേർത്ത് നിൽപ്പോ. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പറയേണ്ട പോലെ പറയാൻ കഴിയുന്നില്ല. ചിരിപ്പിച്ചു കൊല്ലുമല്ലോ നമ്മളെയൊക്കെ. വീട്ടിൽ ഭയങ്കര തമാശയാ തോന്നുന്നു. അതാ. എന്നിട്ട് പുള്ളിക്ക് ഒരു പേര് കിട്ടി. എന്തുവാ? മുണ്ടൂര് മാടൻ. അതിനുമ്പൊക്കെ കുറെ ഉണ്ടെന്ന്. എന്നെ ഇപ്പൊ തന്നെ മോളിലേക്ക് എടുത്താൽ മതിയായിരുന്നു. പോലീസിന് ഇനി എന്ത് ചെയ്യുമ്പോഴും നിന്റെ കൂടെ നിയമം വേണം. പോലീസിൽ ചേർപ്പിച്ചു. എന്നിട്ട് പുള്ളി പോലീസിൽ ചേർന്ന്. പേര് പറ പുള്ളിയുടെ. ആ ആളാണ് എന്തുവായിരുന്നു, അയ്യപ്പൻ കോശി. അതെ,
നിന്റെ ഒരു ഫുൾ സൈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എനിക്ക് തരൂ. എന്നത്തിനാ? രൂപക്കൂടിനടുത്ത് വെച്ച് പൂജിക്കാനാ. എന്റെ ഈശോയെ. നായിഡു അല്ല, അയ്യപ്പൻ നായർ. പിന്നെ ഒരു വിളിപ്പേര് കിട്ടി, മുണ്ടൂര് മാടൻ. റെഡി, 1 2 3 സ്റ്റാർട്ട്. കുമ്മാട്ടിന്ന് കേട്ടിട്ടുണ്ടോ? തൃശ്ശൂർ കുമ്മാട്ടിയല്ല, മുണ്ടൂര് കുമ്മാട്ടി. പണ്ട് ജമ്മിമാർ പാണ്ടികളെ ഇറക്കും ഹരിജൻ സഖാക്കളെ കൊല്ലാൻ. 2 കുമ്മാട്ടി കഴിഞ്ഞു, കുറേ സഖാക്കളും തീർന്നു. പക്ഷെ പിന്നീട് നടന്ന കുമ്മാട്ടിക്ക് 13 സഖാക്കൾ തീർന്നു. ഇതാരാന്ന് ചെയ്തെന്ന് പോലീസുകാർക്ക് പിടികിട്ടില്ല, പക്ഷെ പാർട്ടിക്ക് പിടികിട്ടി. 25 വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മാട്ടി കോലത്തിൽ MLA ചാത്തൻ മാഷിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. മാഷ് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, ചെറുത്തുനിൽപ്പാണ്. പക്ഷെ ഇനി നീ എന്ത് ചെയ്യുമ്പോഴും നിയമം വേണം നിന്റെ കൂടെ. അത് നിർബന്ധിച്ച് അവന് പോലീസിൽ ചേർത്തി. അവന്റെ പേരാണ് അയ്യപ്പൻ നായർ. അവനൊരു വിളിപ്പേരുണ്ടായിരുന്നു, മുണ്ടൂര് മാളൻ. ഓക്കെ, ആഗ്ന എവിടെയാണ് നാട്? കോട്ടപ്പടി, ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. ആക്ഷൻ. കുമ്മാട്ടിന്ന് കേട്ടിട്ടുണ്ടോ നീ? തൃശ്ശൂർ കുമ്മാട്ടിയല്ല, മുണ്ടൂര് കുമ്മാട്ടി. പണ്ട് ജന്മിമാര് പാണ്ടികളെ ഇറക്കും എതിരെ നിൽക്കുന്ന യൂണിയൻ പ്രവർത്തനമുള്ള ഹരിജൻ സഖാക്കളെ തീർക്കാൻ. 2 കുമ്മാട്ടി കഴിഞ്ഞു, കുറേ സഖാക്കൾ തീർന്നു. പക്ഷേ പിന്നീട് നടന്നത് 13 പാണ്ടികൾ തീർന്നു. ഒന്നുകൂടെ ശ്രമിച്ചു. അടുത്ത കുമ്മാട്ടിക്ക് 13 പാണ്ടികൾ തീർന്നു. ചെയ്തതാരെന്ന് പോലീസിന് പിടികിട്ടിയില്ല, പക്ഷെ പാർട്ടിക്ക് കിട്ടി. 25 വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മാട്ടി വേഷത്തിൽ കൊണ്ട് നിർത്തി ചാത്തമാഷിന് മുന്നിൽ. ചാത്തമാഷ് അവനോട് പറഞ്ഞു, നീ ചെയ്ത് തെറ്റല്ല, പക്ഷെ ചെറുത്തുനിൽപ്പാണ്. പക്ഷെ ഇനി നീ എന്ത് ചെയ്യുമ്പോഴും നിയമം വേണം നിന്റെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പോലീസിൽ കൊണ്ട് ചേർത്തു. അവൻ്റെ പേരാണ് അയ്യപ്പൻ നായർ. ഒരു വിളിപ്പേരും കൂടെ കിട്ടി, മുണ്ടൂര് മാടൻ. വെരി ഗുഡ്. ശരി സാർ. യെസ്, അപ്പോൾ എല്ലാവരും വളരെ രസകരമായി തന്നെ പെർഫോം ചെയ്തു. വളരെ കോൺഫിഡൻസോടുകൂടിയാണ്. സ്ക്രിപ്റ്റ് പഠിക്കാത്തവർ പോലും വന്ന് നിന്ന് പ്രസൻറ്റ് ചെയ്തു. അതിന് നല്ലൊരു കയ്യടി. അപ്പോൾ ഒരു പടി മുകളിൽ നിന്ന ഒരാളെ ഞാൻ വിളിക്കുകയാണ്, ജിസ്ന. വരും. ജിസ്ന പോലും അതിശയിച്ചു, ഞാനാണോ? ജിസ്നയാണ് കേട്ടോ. അപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ക്യാപ്പ്, BA ഗ്ലോബൽ സിറ്റീസൺ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് 1-ാം തരം ഫ്രൂട്ട് പൾപ്പിൽ തന്നെ മേക്ക് ചെയ്യുന്ന, ഇതിനകത്ത് വരെ കെമിക്കലൊന്നുമില്ല, ഫ്രൂട്ട് പൾപ്പിൽ തന്നെ മേക്ക് ചെയ്യുന്ന കാഷീസ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സ്ക്വാഷ്. യെസ്, അടുത്തത് നമ്മളെ കുടുകുടെ ചിരിപ്പിച്ച ഒരാളാണ്. അത് അവിടെ പേര് അവിടെ തന്നെ എല്ലാവരും പറയുന്നുണ്ട്. ഒരു അഞ്ജലിയാണ് നമ്മളെ വന്ന് നിന്നപ്പോഴേ ഒക്കെ ചിരിയാണുള്ളൂ. വീട്ടിലൊക്കെ എങ്ങനെയാണോ? പക്ഷെ അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നൽകുന്ന ഒരു ചെറിയ സമ്മാനം, BA ഗ്ലോബൽ എഡ്യൂക്കേഷൻ. ഓക്കെ, അടുത്തതായിട്ട് OSCO നൽകുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ മസാല കിറ്റാണ്. ഓരോ ബൈറ്റ്സിലും മനം കവരുന്ന ഇതാണ്. ആ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുമത്? ഓക്കെ അല്ലേ? കൺഗ്രാറ്റ്സ്. അടുത്തതായിട്ട് ഒരു ചങ്കുറപ്പിനുള്ള സമ്മാനമാണ് കൊടുക്കാൻ പോകുന്നത്. ചങ്കുറപ്പോട് വന്ന രേഷ്മ. കൺഗ്രാറ്റ്സ്. വേണ്ട, നിങ്ങൾക്ക് ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രോഡക്റ്റായ ഡേപൂൾ നൽകുന്ന ഒരു സമ്മാനം. അപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വിമല കോളേജിലെ കുട്ടികളോട് തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡിലും വരും. സോ അതുവരെയും ഗുഡ് ബൈ.